എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സാർ ഇപ്പോൾ കുറെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം കുറെ തവണ ഇവിടെ വന്നു ലീഡേഴ്സിൻ്റെ അടുത്ത് നിരന്തരമായി സംസാരിക്കുന്നുണ്ടാവാം സ്വാഭാവികമായിട്ടും. എന്താണ് സാറിന് തോന്നുന്നത്? ഇത് നിലമ്പൂരിനെ കുറിച്ച് സാറിന് തോന്നുന്നത്? അല്ല, നിലമ്പൂരിൽ എനിക്ക് തോന്നുന്നു ഒരു ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു വളരെ എന്താ പറയാ, നമ്മൾ നേരത്തെയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കൺക്ലൂഷനിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആയിരുന്നു ഇത് തുടങ്ങിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, PB അൻവർ UDF പക്ഷത്തുണ്ടാകും. അതോടുകൂടി ഇത് ഒരു എന്താ പറയുക ഏറെക്കുറെ പ്രവചിക്കപ്പെടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മാറും എന്നുള്ളതാണ്. പക്ഷെ അതിനെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് ഇതിൽ നിർണായകമായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് PB അൻവറും UDF തമ്മിൽ വേർപിരിയുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തുടങ്ങി ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ശക്തമായൊരു തെരഞ്ഞെടുപ്പായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ ഉള്ളത് ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും സുവർണ അവസരമാണിത് എന്നുള്ളതാണ്. ഇതൊരു സുവർണ അവസരമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. സുവർണ അവസരം നഷ്ടപ്പെട്ടാൽ ഇനിയില്ല എന്നാണ്. അല്ല, അത് പറയാൻ നമുക്ക് പറ്റില്ല, രാഷ്ട്രീയമല്ലേ, എന്തും സംഭവിക്കാം. പക്ഷേ ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും നല്ല അവസരം എന്ന് ഞാൻ പറയും.